ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ ജെ ഫാമിലി. അപ്പോൾ ഇന്ന് ഞാനൊരു അടിപൊളി ബട്ടർ നാൻ്റെ റെസിപ്പി ആയിട്ടാണ് നിങ്ങൾക്ക് മുമ്പിൽ വന്നിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് വേണ്ട ആവശ്യമായ ഫസ്റ്റ് ഇൻഗ്രീഡിയൻസ് വെച്ചാൽ നമുക്ക് ഇളം ചൂടുള്ള 1 കപ്പ് പാലാണ് ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ 1 കപ്പ് പാൽ നമുക്ക് 3 കപ്പ് മൈദയോളം ചേർത്തിട്ട് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. ഒരു 6ഓളം ബട്ടറിനാണ് നമുക്ക് ഇവിടെ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ എൻ്റെ വീഡിയോ മുഴുവനായിട്ട് കാണാം. കണ്ടിഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഞാനിപ്പോൾ എന്താ പറയുക, ഒരുപാട് കാലമായി ഇപ്പോൾ ഞാൻ വീഡിയോ ഒക്കെ ചെയ്തിട്ട് ഇപ്പോൾ ഇപ്പോൾ ഒരു 5-6 മാസമായി കാണുമ്പോൾ വീഡിയോ ഒക്കെ ഇട്ടിട്ട് ഇപ്പോൾ രണ്ടാമത് തുടങ്ങുകയാണ്. നിങ്ങളെല്ലാവരും സപ്പോർട്ടും എല്ലാം നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ആദ്യം സപ്പോർട്ട് ചെയ്ത പോലെ തന്നെ നിങ്ങൾ വീണ്ടും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എന്താ പറയുക, അപ്പോൾ നമുക്ക് ബട്ടർ നാൻ ഉണ്ടാക്കാൻ ബാക്കി ഇൻഗ്രീഡിയൻസ് എന്താക്കാന്നുള്ളത് നോക്കാം. ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് നല്ല ഇളം ചൂടുള്ള 1 കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് അതിലേക്ക് ആവശ്യമുള്ളത് 50 ഗ്രാമിൻ്റെ ബട്ടറാണ് വേണ്ടത്. അപ്പോൾ ഞാനത് ഇളം ചൂടുള്ള പാലിലേക്ക് ഇട്ടത് കൊണ്ട് ബട്ടർ പെട്ടെന്ന് മെൽറ്റാവും. അപ്പോൾ നമുക്ക് അതിലേക്ക് 50 ഗ്രാം 50 ഗ്രാം ബട്ടർ അതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ അത് പാലിൽ ചൂട് തണിയുന്നതിന് മുമ്പ് നമുക്ക് പൊടിയും ഇതിൽ തന്നെ കുഴച്ചെടുക്കാനുള്ളതിനെ കൊണ്ട് നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ചേർക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ എല്ലാവരും വാച്ച് ചെയ്യുക, ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക മറക്കരുത്. ഞാനിപ്പോൾ ഒരുപാടായി വീഡിയോ ഒക്കെ ഇട്ടിട്ട്, അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയൂ. അപ്പോൾ ഇനിയിപ്പോൾ ഇതിലേക്ക് ആവശ്യമുള്ള അപ്പോൾ ബട്ടർ ഈ പാലിൽ ചൂട് തണിയുന്നതിന് മുമ്പ് നമുക്ക് പൊടി കുഴച്ചെടുക്കേണ്ടതിനെ കൊണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കാൻ പോകുന്നത് 1.5 ടീസ്പൂണ് ഈസ്റ്റാണ് ചേർത്തിട്ടുള്ളത്. ഓക്കെ, ഏത് ഈസ്റ്റ് വേണം എടുക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1.5 ടീസ്പൂൺ ഈസ്റ്റാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് തന്നെ ഒരു 1/4 ടീസ്പൂണ് ബേക്കിംഗ് സോഡ പൗഡർ ചേർത്ത് കൊടുക്കുക. വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. തികച്ചും ഓപ്ഷനിലാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ഒരു 1/4 ടീസ്പൂണ് ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് വേണ്ടത് 1 ടീസ്പൂൺ പഞ്ചസാരയാണ്, അതും ചേർത്ത് കൊടുക്കുക. പിന്നെ നമുക്ക് വേണ്ടത് ഉപ്പാണ്. പാകത്തിലുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ അതിലേക്ക് വേണ്ടത് നമ്മൾ 1 കപ്പ് പാലിന് 3 കപ്പ് മൈദ എന്നോളം ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനവിടെ 3 കപ്പ് മൈദയാണ് ചേർത്തിട്ടുള്ളത്. നിങ്ങൾക്ക് അതിൽ അധികം കൂടുതൽ വേണമെങ്കിൽ അപ്പോൾ 2 കപ്പ് പാലിന് 6 കപ്പ് മൈദ വെച്ച് എടുക്കാവുന്നതാണ്. അതിലേക്ക് നമ്മൾ ആവശ്യത്തിലുള്ള ഉപ്പ് കൂടിയും ചേർത്തിട്ട് നന്നായിട്ട് പാലിൻ്റെ ചൂട് തണിയുന്നതിന് മുമ്പ് നമുക്കിത് മിക്സാക്കി എടുക്കേണ്ടതുണ്ട്. ഇനി വേറെ വെള്ളം ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇതന്നെ മതി. ഇതിന് റെഡി ആയിരിക്കും കേട്ടോ. ഇതിന് കണക്കൊക്കെ റെഡി ആയിരിക്കും. 1 കപ്പിന് 3 കപ്പ് ഉള്ള രീതിക്ക് റെഡി ആയിരിക്കും കേട്ടോ. അപ്പോൾ അത് നല്ലോണം നമുക്ക് ചൂട് തണിയുന്നതിന് മുമ്പ് ബട്ടറും എല്ലാം നമുക്ക് അതിൽ നല്ലോണം മിക്സാക്കി എടുക്കുക. നല്ലോണം പ്രസ് ചെയ്ത് കുഴക്കാൻ വേണ്ടി ശ്രമിക്കുക. നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതൊക്കെ പെട്ടെന്ന് നമുക്ക് വൈകുന്നേരം ആരെങ്കിലും ഗസ്റ്റൊക്കെ വരുന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ്. ഇപ്പോൾ എന്താ പറയുക, ഒരു 1-1.5-2 മണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്ത് വെക്കണം എന്നുള്ള. അപ്പോൾ ആരെങ്കിലും വരുന്നതെന്നൊക്കെ കേട്ടാൽ പെട്ടെന്ന് നമുക്ക് ആദ്യം തന്നെ ഒരു പൊടി നമുക്കിത് അവിടെ കുഴച്ച് വെച്ചാൽ നമുക്ക് നമ്മുടെ ബാക്കി കറികൾ പൊരികളെല്ലാം കഴിയുമ്പോഴേക്ക് നമുക്കിത് എന്താക്കിയെടുക്കാൻ പറ്റും, റെഡിയാക്കിയെടുക്കാൻ പിന്നെ എന്താ പറയുക, പൊങ്ങാൻ വേണ്ടിയിട്ട് വെക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് തന്നെ കൗണ്ടർ ടോപ്പിലിട്ടിട്ട് നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് നമുക്ക് കുഴച്ചെടുക്കാം. നല്ലോണം പ്രസ് ചെയ്തിട്ട് വേണം കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ റെസ്റ്റ് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് പൊങ്ങി വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ കൗണ്ടർ ടോപ്പിലിട്ടിട്ട് നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് കുഴച്ചെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം. ഞാനിപ്പോൾ അവിടെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. നമുക്കത് നല്ലൊരു ബൗൾ രൂപത്തിലാക്കിയിട്ട് നമുക്കത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. നല്ലൊരു ഷേപ്പ്, എന്താ പറയുക, ഹോൾസ് ഒന്നും വരാത്ത രീതിക്ക് നല്ലോണം നമ്മൾ കൗണ്ടർ ടോപ്പിൽ ഇട്ട് ഇതാക്കിയതിനെ കൊണ്ട് എന്താ പറയുക, നല്ല സോഫ്റ്റായി ഉണ്ടാകും പൊടി. ഇപ്പം തന്നെ നല്ല സോഫ്റ്റ് ആയിരിക്കും. പിന്നെ നമുക്കത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഞാനിപ്പോൾ ഇവിടെ 2 മണിക്കൂറാണ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നത്. നിങ്ങൾക്ക് 1.5 മണിക്കൂർ വെച്ചാലും കുഴപ്പമൊന്നുമില്ല, സെറ്റായി കിട്ടും കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നമുക്ക് പാത്രത്തിൽ വെച്ച സമയത്ത് നമുക്ക് കുറച്ച് ഓയിൽ, സൺഫ്ലവർ ഓയിൽ, ഏതോയിലും വേണ്ടിയില്ല, സൺഫ്ലവർ ഓയിൽ നമുക്ക് ഇതിൻ്റെ പൊടിയുടെ മുകളിലായിട്ടൊന്ന് എന്താ പറയുക, ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എല്ലായിടത്തും ഒന്നാക്കി കൊടുക്കുക.
അത് പാത്രത്തിലേക്ക് നമ്മൾ ഇത് പിന്നെ പൊന്തുന്ന സമയത്ത് എന്താവും പാത്രത്തിൻ്റെ സൈഡിലൊക്കെ ഒട്ടി പിടിക്കണ്ടെന്ന് കരുതിയിട്ടാണ് നമ്മൾ ഓയിൽ തേച്ച് കൊടുക്കുന്നത്. നമുക്കിത് ഒട്ടും ഏറെ കിടക്കാത്ത രീതിക്ക് നന്നായിട്ട് ഇതിനെ കവർ ചെയ്ത് വെക്കണം. നന്നായിട്ട് ഇതുപോലെ ഒരു റാപ്പെടുത്തിട്ട് നന്നായിട്ട് കവർ ചെയ്ത് കൊടുക്കാം. ഒട്ടും കാറ്റ് പുറത്തേക്ക് പോകാത്ത രീതിക്ക് വേണം കേട്ടോ നമുക്കത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. എന്നാലേ കറക്റ്റ് നമ്മൾ ഉദ്ദേശിച്ച രീതിക്ക് പൊടി പൊന്തി വരുള്ളൂ. അപ്പോൾ നമുക്ക് കറക്റ്റ് അടിപൊളി ബട്ടനാണ് നമുക്ക് ഹോട്ടലിലും റെസ്റ്റോറൻറ്റിലൊക്കെ കഴിക്കുന്ന പോലത്തെ ബട്ടനാണ് നമുക്ക് വീട്ടിൽ നിന്നും ഉണ്ടാക്കാമെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പോൾ അതാ ഇതിപ്പോൾ 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ച പൊടിയാണ്. നമ്മൾ നേരത്തെ അതിന് ഡബിൾ സൈസ് അല്ല, എന്താ പറയുക, അതിലധികമായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇപ്പോൾ ഞാൻ 2 മണിക്കൂർ റെസ്റ്റ് ചെയ്ത് വെച്ച പൊടിയാണിത്. ഇനി നമുക്കിത് എയർ ബബിളൊക്കെ ഒന്ന് കളഞ്ഞ് ഒന്നും കൂടി പ്രസ് ചെയ്തിട്ട് കുഴച്ചെടുക്കാം. അധികം നേരം കുഴക്കൊന്നും വേണ്ട. ഒന്ന് അതിൻ്റെ എയർ ബബിളൊക്കെ ഒന്ന് കളഞ്ഞാൽ നമുക്കത് കറക്റ്റ് പാകത്തിനുള്ളതായിട്ട് കിട്ടും. പിന്നെ നമുക്കത് ചെറിയ ബൗളാക്കിയിട്ട് അത്യാവശ്യം ചപ്പാത്തിനെ കാട്ടി ഡബിൾ സൈസിൽ ബൗളാക്കിയിട്ട് നമുക്കിതിനെ പരത്തിയെടുക്കണം. അപ്പോൾ ഞാനിതൊന്ന് ഇതിൻ്റെ എയറൊക്കെ ഒന്ന് കളഞ്ഞിട്ട് നമുക്ക് ചെറിയ ചെറിയ ബോളാക്കി എടുക്കട്ടെ. അപ്പോൾ നിങ്ങൾ അതുപോലെ തന്നെ ചെയ്ത് നോക്കുക കേട്ടോ. ഇത് ഏതിൻ്റെ കൂടി നമുക്ക് മേച്ചാണ് ചിക്കൻ കൊണ്ടുണ്ടാക്കുന്ന ചിക്കൻ കൊണ്ടുണ്ടാക്കുന്ന ഓരോരോ എന്താ പറയുക നമ്മളൊക്കെ ചിക്കൻ കടായി അങ്ങനത്തെ കൂട്ടിക്കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. അൽഫാമിൻ്റെ കൂടെയൊക്കെ നല്ല സൂപ്പർ ടേസ്റ്റിയാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും നമ്മൾ ഉണ്ടാക്കി നോക്കുക. ഹോട്ടലിൽ നിന്ന് റെസ്റ്റോറൻറ്റിൽ നിന്ന് കഴിക്കുന്നതിനേക്കാൾ സൂപ്പറായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ എന്താ നമുക്ക് ചപ്പാത്തിനേക്കാളൊരു ഡബിൾ സൈസ് കൂടുതലുള്ള ബൗളാക്കി ഇതിനെടുക്കാം. എന്നിട്ട് അതിനെ കറക്റ്റ് ബൗളിൻ്റെ രൂപത്തിലാക്കിയിട്ട് നമുക്കത് കുറച്ച് മൈദപ്പൊടി ഇട്ടതിന് ശേഷം നമുക്കത് പരത്തിയെടുക്കാം. പിന്നെ ബാക്കിയുള്ള പൊടി നമ്മൾ എന്താക്കുക, നേരത്തെ നമ്മൾ കവർ ചെയ്ത അതേ കവർ കൊണ്ട് തന്നെ നമുക്കതിനെ നന്നായിട്ട് പ്രസ് ചെയ്തേക്കാം. അല്ലെങ്കിൽ പൊടി പെട്ടെന്ന് ഹാർഡായി പോകാൻ വേണ്ടി സാധ്യത കൂടുതലാണ്. അപ്പോൾ നമുക്ക് പിന്നെ പരത്തുന്ന സമയത്ത് പത്തിരി എന്താ പറയുക, നമ്മൾ പരത്തുന്ന സമയത്ത് റൗണ്ട് വിണ്ട് കീറിപ്പോവും, പൊടി ഉണങ്ങിപ്പോവും, പെട്ടെന്ന് ഹാർഡായിപ്പോവും. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചെയ്ത അതേ കവർ കൊണ്ട് തന്നെ നമ്മൾ പൊടിനെ ഒന്ന് പൊതിഞ്ഞ് വെക്കാം. ഇനി നമ്മൾ ഏത് ഷേപ്പിലാണ് നമുക്ക് വേണ്ടി അത് ഷേപ്പിൽ നമ്മൾ പരത്തി എടുത്തിട്ട് ഞാനിപ്പോൾ ഇതിനെ 2 കട്ടാക്കിയിട്ടാണ് കട്ടാക്കിയിട്ടാണ് ഇതിനെ മുറിച്ചെടുക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മളിത് ചപ്പാത്തിനെക്കാട്ടിയും കുറച്ചും കൂടി കനത്തിൽ വേണം പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. ചപ്പാത്തിനെ പോലെ നല്ല നേരങ്ങനെ പരത്തിയാൽ പോരാ, കുറച്ചും കൂടി കട്ടിക്ക് വേണം ഇത് പരത്തിയെടുക്കാൻ. എന്നിട്ട് അതിനെ ഞാനിപ്പോൾ 2 ആക്കിയിട്ട് മുറിച്ചിട്ടാണ് ഞാൻ ചൂടാൻ പോകുന്നത്. നമ്മളൊരു പാൻ അടുപ്പത്ത് വെച്ച് നല്ലോണം ചൂടായി, അധികം ഫ്ലെയിം കൂട്ടിയും വെക്കണ്ട, തീരെ കുറച്ചും വെക്കണ്ട, ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം നമുക്കിതിനെ ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ എൻ്റെ കല്ല് കുറച്ച് ചൂട് അധികമായിപ്പോയി. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളമൊക്കെ കുടഞ്ഞ് അതിൻ്റെ ചൂടൊക്കെ ഒന്ന് ബാലൻസ് ചെയ്ത് അതിന് നമ്മൾ ചുട്ടെടുക്കാൻ വേണ്ടി പോവുകയാണ്. ആദ്യം ഓവർ ഫ്ലെയിമിലിട്ടിട്ട് ചുട്ടെടുക്കണ്ട, ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് അപ്പുറം മറച്ചിട്ടിട്ട് ചുട്ടെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ വേണം ഇതിന് മുറിച്ചെടുക്കാം കേട്ടോ. അതിനെ 4 ആക്കിയിട്ടും അല്ലെങ്കിൽ കോണ് രൂപത്തിലാക്കിയിട്ടും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് മുറിച്ചെടുക്കാം കേട്ടോ. റൗണ്ട് സ്ക്വയറിൽ പരത്തിയിട്ട് അതിനെ കറക്റ്റ് ത്രികോണ രൂപത്തിലൊക്കെ ആക്കിയിട്ട് നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്കത് പരത്തുകയോ മുറിക്കുകയൊക്കെ ചെയ്യാം. ഞാനിപ്പോൾ ഈ രൂപത്തിലാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് അപ്പുറം മറിച്ചിട്ട് വേവിച്ചെടുക്കാം. അതിൻ്റെ മുകളിൽ ഞാനിപ്പോൾ ഒരു കഷ്ണം ബട്ടർ ഓപ്ഷനിലാണ്, വേണ്ടവർക്ക് മാത്രം ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ള ആൾക്കാർ, ഈ ബട്ടറിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ള ആൾക്കാർക്ക് മാത്രം ചേർത്ത് കൊടുക്കുക. ചിലർക്ക് ഇഷ്ടപ്പെടണമെന്നില്ലല്ലോ. അപ്പോൾ ഞാനൊരു കഷ്ണം പീസ് ബട്ടർ എടുത്തിട്ട് അതിനെ 2 സൈഡിലും നല്ലോണം സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പ്രത്യേക സ്മെല്ലും പ്രത്യേക ടേസ്റ്റുമാണ് അതുവഴി നമുക്ക് കിട്ടുന്നത്. അപ്പോൾ എന്താക്കാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളും ചേർത്ത് കൊടുക്കുക. ഓപ്ഷനിലാണ് കേട്ടോ, വേണ്ടവർക്ക് മാത്രം ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനിവിടെ 2 ഭാഗത്തും ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 ഭാഗത്തും ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിനെ 2 സൈഡിലും നല്ലോണം സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. 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 2 സൈഡിലും നല്ലോണം സ്പ്രെഡ് ചെയ്ത് കൊടു
എന്തായാലും ഇത് അടിപൊളിയാണ്. എല്ലാവരും ഉണ്ടാക്കിയിട്ട് എനിക്ക് ഫീഡ്ബാക്ക് അറിയിക്കണം, പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്യണം. ഞാനിപ്പോൾ ഒരുപാട് കാലമായി വീഡിയോസൊക്കെ ചെയ്തിട്ട് അത് വലിയൊരു നീണ്ടൊരു ഗ്യാപ്പ് വന്നതിന് ശേഷമാണ് ഇപ്പം വീണ്ടും ചെയ്തത്. അപ്പോൾ നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയൂ. അപ്പോൾ എന്താക്കുക, നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക. പുതിയ പുതിയ അടിപൊളി വീഡിയോസായിട്ട് ഞാൻ ഇനി വീണ്ടും വീണ്ടും വരുന്നതായിരിക്കും. നിങ്ങൾ ചോദിക്കപ്പെടുന്ന വീഡിയോസ്, അതായത് നമ്മുടെ ഹോം ടൂറായാലും അല്ലെങ്കിൽ ഡൈൻ മൈ ലൈഫ് ആയാലും അങ്ങനെ എല്ലാ വീഡിയോസും നമുക്ക് ചേർക്കാവുന്നതാണ്. പുതിയ പുതിയ റെസിപ്പീസ് വീഡിയോസ് നമുക്ക് കാണാം. അപ്പോൾ എന്താക്കിയത് നമ്മളെ ബട്ടർ നാൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിന് മുകളിലേക്ക് ഞാൻ കുറച്ച് മല്ലിയില കൂടി ഒരു ഭംഗിക്ക് വേണ്ടി മാത്രം ചെയ്തതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഷ്ടമുള്ളവർക്ക് മാത്രം ചെയ്യാം കേട്ടോ. ഞാൻ ഭംഗിക്ക് വേണ്ടി മാത്രം കൊടുത്തതാണ്. അപ്പോൾ അത് നമ്മുടെ ബട്ടർ നാൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞങ്ങൾക്കിതിൽ ഒരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക കേട്ടോ. നല്ലൊരു അടിപൊളിയാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ എന്താക്കുക, എല്ലാവരും ഇതാ ചെയ്ത് നോക്കുക. നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഉള്ളൊക്കെ നമുക്ക് എന്താ പറയുക, സ്പോഞ്ച് രൂപത്തിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഒട്ടും ഹാർഡ് അല്ല, നല്ല അടിപൊളി പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൻ്റെ കൂടെ ഉണ്ടാക്കിയിട്ടുള്ള ചിക്കൻ്റെ റെസിപ്പി ഞാൻ അടുത്ത വീഡിയോയിൽ ഷെയർ ചെയ്യാം. അപ്പോൾ ഇപ്പം ഇന്ന് നമ്മൾ ബട്ടർ നാൻ മാത്രമാണ് ഷെയർ ചെയ്തിട്ടുള്ളത്. അത് ഞാൻ മറ്റ് ചിക്കൻ കറിൻ്റെ വീഡിയോ ഞാൻ അടുത്ത വീഡിയോയിൽ ഷെയർ ആക്കുന്നതാണ്. അപ്പോൾ അതിന് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. രണ്ടും ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് എനിക്ക് ഫീഡ്ബാക്ക് അറിയിക്കുക. എന്തായാലും സൂപ്പറാണ്, പെട്ടെന്ന് കഴിയുന്നതാണ്. ഒട്ടും അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ടല്ല, നമ്മളെ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.